നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? അങ്ങനെ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. യെസ്, ജേർണലിംഗ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജേർണലിംഗ് ചെയ്യുമെന്നുള്ളത്. സോ എന്തുകൊണ്ട് പറ്റില്ല? ഇതെന്റെ പുതിയ ജേർണലാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഉണ്ടാവും, ജേർണലിംഗ് സെറ്റ്. എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ആ ഒരു സെറ്റാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്നത്. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഭയങ്കര സംഭവ ബഹുലമായ ജേർണലൊന്നുമല്ല, ജസ്റ്റ് ഫോർ ബിഗിനേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല ടൈപ്പ് ഓഫ് ജേർണലിംഗ് വീഡിയോസ് കണ്ടിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നവരുണ്ടാവും. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും എന്നെ കൊണ്ട് പറ്റുന്നതാണോ, ഞാൻ ചെയ്ത ഭംഗി ഉണ്ടാവോ, അങ്ങനെ കുറേ ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സംഭവം ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗി ഉണ്ടെങ്കിൽ പോലും ശരിക്കും ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പിന്നെ ജേർണലിംഗ് എപ്പോഴും ഭംഗി ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധവും ഇല്ല. കാരണം എന്താ വെച്ചാൽ ജേർണലിംഗ് എന്ന് പറയുന്നത് മോഡേൺ വേ ഓഫ് കീപ്പിംഗ് ഡയറി, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രാവിലെ എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഇതൊക്കെയാണ് ഡയറി എന്നുള്ളത്. ശരിക്കും അതല്ല. അന്ന് നമുക്കുണ്ടായ തോട്ട്സും നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളും നമ്മളെ അനുഭവങ്ങളും അതൊക്കെ എഴുതുന്നതാണ് ശരിക്കും ഡയറി. ആ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അതായത് കുറച്ച് കളർ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ഡിസൈൻ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ച് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ട് കാണാൻ കുറച്ച് പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ദാറ്റ് ഈസ് ജേർണലിംഗ്. എക്സാക്ട്ലി അതാണ് ജേർണലിംഗ്. നിങ്ങൾ ഇതുവരെ ജേർണലിംഗ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ ജേർണലിംഗ് ചെയ്യാണ്ടിരുന്നത്? കമന്റ് ചെയ്യാട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുമെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ ഫാമിലിയിലെ പുതിയ മെമ്പർ ആണെങ്കിൽ പേരൊന്ന് കമന്റ് ചെയ്യാട്ടോ. നമ്മൾ പറഞ്ഞു വന്നത് ഓൾ അബൌട്ട് ജേർണലിംഗ്. മറ്റുള്ളവരുടെ ജേർണലിംഗ് കമ്പയർ ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രസന്റബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളത് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇതൊന്നിനും കൊള്ളൂലെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടേതായിട്ടുള്ള തോട്ട്സ്, നമ്മളേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പയ്യെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുള്ളതും എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നതാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ റീഡിംഗ് ലോഗ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡെയിലി തോട്ട്സ് കൊടുക്കാൻ പറ്റും, പിന്നെ അബൌട്ട് മീ സെഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.